നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഹോസെ മൊറീഞ്ഞോ ടു റയൽ മാഡ്രിഡ് നമ്മൾ കുറച്ചായിട്ട് കേൾക്കുന്നതാണ്. പക്ഷേ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾ കണ്ടപ്പോൾ മൊറീഞ്ഞോ പറഞ്ഞു റയലുമായിട്ട് താനൊരു ചർച്ചയും നടത്തുന്നില്ല എന്ന്. പക്ഷേ സംഗതി അങ്ങനെയല്ല. പബ്ലിക്കലി അദ്ദേഹം അങ്ങനെ പറഞ്ഞെങ്കിലും അദ്ദേഹം റയലുമായിട്ട് നെഗോസിയേഷൻ നടത്തുക തന്നെയാണെന്ന് ഫബ്രിസിയോ റൊമാനോ സ്ഥിരീകരിക്കുന്നു. നമ്മുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഏറെ വിശ്വാസമുള്ള ഇറ്റാലിയൻ ഫുട്ബോൾ ജേർണലിസ്റ്റ് ഫബ്രിസിയോ റൊമാനോ പറഞ്ഞത്, ഡിസ്പൈറ്റ് പബ്ലിക് സ്റ്റേറ്റ്മെൻറ്റ്സ്, ഹോസെ മൊറീഞ്ഞോ അങ്ങനെ പബ്ലിക് സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയെങ്കിലും his camp and Real Madrid have been in direct talk for weeks over this special one's comeback. അദ്ദേഹത്തിൻ്റെ റയലിലേക്കുള്ള തിരിച്ചുവരവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായിട്ട് റയൽ മാഡ്രിഡും ഹോസെ മൊറീഞ്ഞോയുടെ ക്യാമ്പും ഡയറക്റ്റായിട്ട് തന്നെ ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മൊറീഞ്ഞോ പബ്ലിക്കലി അങ്ങനെയൊന്നും ഇല്ല എന്ന് പറഞ്ഞാലും സംഭവം ഉള്ളിലൂടെ നടക്കുന്നുണ്ട് എന്നാണ് ഫബ്രീസിയോ സ്ഥിരീകരിക്കുന്നത്. അപ്പം ഈ ഡിസ്കഷൻസ് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. മോസ് റിട്ടേൺ ഈസ് 100% ഓൺ എന്നാണ് ഫബ്രീസിയോ റൊമാനോ റിപ്പോർട്ട് ചെയ്തത്. മൊറീഞ്ഞോയുടെ തിരിച്ചുവരവ് 100% ഓണാണ്, അത് ഓഫായിട്ടില്ല. ആ ചർച്ചകളൊക്കെ അങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇറ്റ്സ് അപ് ടു ഫ്ലോറന്റീനോ പെരസ് എന്നുകൂടി ഫബ്രീസിയോ റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ തീരുമാനമെടുക്കേണ്ടത് ഫ്ലോറന്റീനോ പെരസ് ആണ്. എന്നാൽ ഇപ്പോൾ ഡിആർഇഒ ഒരു കാര്യം കൂടി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മൊറീഞ്ഞോ 2 ഡിമാൻഡുകളാണ് റയൽ മാഡ്രിഡിന് മുന്നിലേക്ക് വെച്ചിരിക്കുന്നത്. താൻ കോച്ചായി വരാം, പക്ഷേ 2 കാര്യങ്ങൾ, 2 ഡിമാൻഡുകൾ. ഒന്ന് സൈനിങ്സ് ഉണ്ടാവണം എന്ന് പറഞ്ഞാൽ അത് പേരുകളല്ല, വമ്പൻ പേരുകളല്ല, ബട്ട് പൊസിഷൻസ് ടു സ്ട്രെങ്തൻ. അതായത് സൈനിങ്സ് നടത്തേണ്ടത് ഓരോ പൊസിഷനിലേക്കും ടീമിനെ ശക്തിപ്പെടുത്താനാണ്, അല്ലാതെ വമ്പൻ പേരുകാരെ സൈനിങ് ചെയ്യുകയല്ല. അപ്പോൾ നമുക്കറിയാലോ, ലെഫ്റ്റ് വിങ്ങിൽ കുറേ താരങ്ങൾ, റൈറ്റ് വിങ്ങിലോ എടുത്തു പറയാൻ ആളില്ല. ഇങ്ങനെയുള്ള അവസ്ഥ ഉണ്ടാവരുത് എന്നാണ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, he doesn't want anyone to interfere with his work with the players. താരങ്ങളുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ വർക്കിൽ ഒരാളും ഇടപെടരുത്. ക്ലബ്ബിൽ ഓരോരുത്തർക്കും ഓരോ സ്ഥാനം ഉണ്ടല്ലോ, അത് ചെയ്യുക, അല്ലാതെ തൻ്റെ വർക്കിലാരും ഇടപെടരുത് എന്നുകൂടിയുള്ള 2 ഡിമാൻഡുകളാണ് മൊറീഞ്ഞോ വെച്ചിരിക്കുന്നതെന്ന് പറയുന്നു. സ്വാഭാവികമാണ്, മൊറീഞ്ഞോ വരുമ്പോൾ ഇങ്ങനെയുള്ള ഡിമാൻഡുകളൊക്കെ ഉണ്ടാവും. അതിനൊക്കെ പറ്റുമെങ്കിൽ മതി എന്നുള്ളതായിരിക്കും അദ്ദേഹത്തിൻ്റെ ഈ ഒരു നിലപാട്. ഏതായാലും ഇതിൽ അവസാന തീരുമാനമെടുക്കേണ്ടത് ഫ്ലോറന്റീനോ പെരസാണ്. ചർച്ചകൾ നടക്കുന്നു, നീക്കങ്ങൾ നടക്കുന്നു. കാത്തിരിക്കാം റയലിൻ്റെ പുതിയ കോച്ചായിട്ട് മൊറീഞ്ഞോ വരുമോ ഇല്ലയോ എന്നറിയാൻ വേണ്ടി. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.